ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പരിഗണന. എന്നെ ആരും അങ്ങനെ പരിഗണിക്കേണ്ട എന്നൊക്കെ ചിലപ്പോൾ ആളുകളൊക്കെ പറയും. പക്ഷെ പരിഗണന കിട്ടിയില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് രക്ഷിതാക്കളോട്, രക്ഷിതാക്കൾക്ക് മക്കളോട് എല്ലാം പരസ്പരം ഈ പരിഗണന ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവർക്കും ഈ പരിഗണന വളരെ അത്യാവശ്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി, നല്ല റാഹത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മൾ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാവുന്നത്, ഐശ്വര്യപൂർണമാവുന്നത്. സമാധാനവും സന്തോഷവും എക്കാലത്തും നമ്മുടെ ജീവിതത്തിൽ അത് സന്തോഷത്തോടെ നിലനിൽക്കാൻ പരിഗണന ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന്, അവൻ്റെ വളർച്ചയ്ക്ക്, അവൻ്റെ പുരോഗതിക്ക്, അവൻ്റെ ഉയർച്ചയ്ക്ക്, നല്ല ആരോഗ്യത്തിന് പല കാര്യങ്ങളും അത്യാവശ്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല ഭക്ഷണം വേണം, നല്ല വായു വേണം, നല്ല വെള്ളം വേണം. ഇതൊക്കെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായതുപോലെ അവൻ്റെ ഉയർച്ചയ്ക്കും അവൻ്റെ സന്തോഷകരമായ ജീവിതത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിഗണന കിട്ടുക എന്നുള്ളത്. വാപ്പ മക്കളെ പരിഗണിച്ചാൽ വലിയ സന്തോഷമാണ്. മക്കൾ വാപ്പയെ പരിഗണിച്ചാൽ അതിലേറെ സന്തോഷമാണ്. ഭാര്യ ഭർത്താവിനെ പരിഗണിച്ചാൽ ഏറെ സന്തോഷമാവും. തിരിച്ച് ഭർത്താവ് ഭാര്യനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണനകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവിതം സന്തോഷപൂർണമാകും. പലപ്പോഴും പല ആളുകൾക്കും ലഭിക്കാതെ പോകുന്നതും കിട്ടാത്തതും ഈ പരിഗണനയും വേണ്ട രീതിയിലുള്ള പരിഗണനയും അതുപോലെ അംഗീകാരവും കിട്ടാതെ വരുമ്പോൾ, സ്വീകാര്യത കിട്ടാതെ വരുമ്പോൾ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ, ഏറ്റവും മഹത്വമുള്ളവർ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ അത് കുടുംബങ്ങളോട്, വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണെന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. പുറത്തൊക്കെ നല്ല ഇടപെടലുകളായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും, എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനും ഒക്കെ ആയിരിക്കും പുറത്ത് സ്ക്രീനിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ. പക്ഷെ വീട്ടിൽ ഇവനൊരു മൂർഖൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു കടുവയെ പോലെയാണ്. വീടിൻ്റെ ഉള്ളിൽ, വീടിൻ്റെ അകത്തളത്ത് ഇവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല. അപ്പോൾ പരസ്പര സ്നേഹവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നീ വീട്ടിൽ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. വാപ്പയോട്, ഉമ്മയോട്, മക്കളോട്, ഇണയോട്, കുടുംബങ്ങളോട്. അള്ളാഹു നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പുറത്ത് കാണിക്കുന്ന ആ സ്നേഹവും പരിഗണനയും, മറ്റുള്ളവരോട് കാണിക്കുന്ന ആ സന്തോഷകരമായ സമീപനമൊക്കെ നമ്മുടെ വീട്ടിൽ നാം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ഐശ്വര്യം കിട്ടും. നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ നല്ല സന്തോഷകരമായ റാഹത്തുള്ള ജീവിതം ലഭിക്കാൻ അത് കാരണമാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, നല്ല റെഡിയാക്കി, രാവിലെ അവർ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാവും, 4:30, 5 മണിക്ക് നേരത്തെ തന്നെ. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഭാര്യമാർ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി, ഒരു ഭാഗത്ത് കുട്ടികളെ സ്കൂളിൽ വിടുന്നു, മറുഭാഗത്ത് മദ്രസയിൽ വിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, അവരെ കുളിപ്പിക്കുന്നു, അതിനിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു യന്ത്രം വർക്ക് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന സമയത്തും അതുപോലെ മദർസയൊക്കെ ഉള്ള സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ അവർ വർക്ക് ചെയ്യണം. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ, ചില ആളുകൾ ഇതിന് ഉപ്പ് കുറഞ്ഞു പോയി, അവനവിടെ ഇരുന്നിട്ട് ഉപ്പ് കുറഞ്ഞു പോയെന്ന് പറയാം. രാവിലെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ രൂപത്തിലൊക്കെ കൊണ്ട് മുന്നിൽ വേണ്ടി കൊണ്ടു കൊടുത്തിട്ട് അവൻ പറയാം ഉപ്പ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ മധുരം കുറവാണ്, മധുരം കൂടുതലാണ്, അങ്ങനെ കമൻറ്റുകൾ അടിക്കുന്നവൻ. അല്ലെങ്കിൽ ചില വീട്ടിൽ പ്രായമുള്ള ചില ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടാവും, ഈ മരുമോൾ എന്തുണ്ടാക്കിയാലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവരിങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ, എന്താണ് ഈ ചൂട് ഇന്ന് കുറവാണോ, അല്ലെങ്കിൽ ചൂട് കൂടുതലാണോ, ഈ രൂപത്തിലൊക്കെ കമൻ്റ് അടിക്കുന്നതിന് പകരം അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടിയല്ലോ, ഇതുപോലെ ഇല്ലാത്തത്ര ആളുകളുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. പ്രായമുള്ള ഒരാളാണ്, ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ കൊച്ചുമക്കളൊന്നും അടുത്തില്ല. ഇപ്പോൾ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കളൊക്കെ ദൂരത്തേക്കും വിദേശത്തേക്കൊക്കെ പോയി അവിടെ പോയി സെറ്റിലാവാണ്. ഇവിടെ ഈ തന്ത പിതാവ് ഒറ്റയ്ക്കേ ഉള്ളൂ, വാപ്പ ഒറ്റയ്ക്കുള്ളൂ, ഉമ്മ മരണപ്പെട്ടു. അപ്പോൾ ആ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കളിപ്പിക്കുമ്പോൾ അവരോടൊക്കെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇയാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രയാസം അത്ര വലുതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് പോയി ആ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് വലിയ സന്തോഷം. സ്വന്തം കുട്ടികളെ കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും അങ്ങനെ എത്രയോ സ്വന്തം മക്കളെടുത്തില്ലാതെ അല്ലെങ്കിൽ കൊച്ചുമക്കളെടുത്തില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുന്നിൽ തന്നെ കൊച്ചുമക്കളുണ്ട്, നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് നാം പറയേണ്ടതുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ നന്മകൾ കാണുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഴ്ചകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളൊക്കെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം. അങ്ങനെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി ഭാര്യ കൊണ്ട് തരുമ്പം അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്, നല്ല ഭക്ഷണമാണ്, റാഹത്തുണ്ട് എന്ന് ഭർത്താവ് പറയണം. ഇനി ഭർത്താവ് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരിക, ഓ ഇത് എനിക്ക് പറ്റിയില്ല, അയാൾ നല്ല പ്രതീക്ഷയോടെ നല്ലൊരു നൈറ്റ് വാങ്ങിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ നല്ലൊരു പർദ്ദ വാങ്ങിക്കൊണ്ട് വരിക, നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വരിക, എവിടെ നിന്നാണ് വാങ്ങിയത്, വെറുതെ കിട്ടിയാണെന്നൊക്കെ ചില ഭാര്യമാർ ചോദിക്കുമ്പോൾ പിന്നെ അവൻ്റെ എല്ലാം മൂടും പോകും, പിന്നെ ഒരു സാധനം അവൻ വാങ്ങിക്കൊണ്ട് വരാൻ തോന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഭാര്യമാരും ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഉഷാറൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു നമുക്ക് അത് നല്ല രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം പുഞ്ചിരിക്കുക, സന്തോഷിക്കുക, ഹംദ് പറയുക, നന്ദി പറയുക, നന്ദി ഉള്ളവരായി ജീവിക്കുക, കടമകളും കടപ്പാടുകളും നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പല കുടുംബങ്ങളിലും അകൽച്ച വരാനുള്ള കാരണം, പ്രശ്നങ്ങൾ വരാനുള്ള കാരണം അവരെന്നോട് പറഞ്ഞില്ല, അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന് പോകുന്നില്ല. പിന്നെ ആ കുടുംബബന്ധം തന്നെ അങ്ങ് മുറിഞ്ഞു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് കുടുംബബന്ധം വിച്ഛേദിച്ചവരോട് അങ്ങോട്ട് പോയി നല്ല രൂപത്തിൽ പെരുമാറുന്നവൻ അവൻ ഏറ്റവും നല്ലവനാണ്, ഏറ്റവും മാന്യനാണ്. പ്രവാചകർ അവിടുത്തെ അധ്യാപനം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മളോട് മോശമായി പെരുമാറിയവരോടും അങ്ങോട്ട് നല്ല രൂപത്തിൽ. അവൻ നമ്മളെ വിളിച്ചില്ല, നമ്മളെ വിളിക്കേണ്ട ആളാണ്, നമ്മളെ വിളിക്കാൻ വിട്ടുപോകുകയോ എന്തോ തിരക്കിപ്പെട്ടു പോയി. അപ്പോൾ എന്നാലും അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അന്നോ അതിന് മുമ്പൊക്കെ ഒന്ന് വിളിച്ച്, എന്തായി നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ, അള്ളാടാ നിന്നോട് പറയാൻ, അത് കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റുന്നൊരു വിശാലമായ മാനസികാവസ്ഥ. പറയാൻ എളുപ്പമാണ്, അത് കൊണ്ടുവരിക എന്നുള്ളത് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിൽക്കാൻ കാരണമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രയാസമോ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പോൾ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും നമ്മൾ നമ്മുടെ വീട്ടുകാരോടും കുടുംബങ്ങളോടും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് പരസ്പരം സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടുന്നത്. സമ്പത്തുള്ളത് കൊണ്ട് ബഹുമാനം കിട്ടൂല, കിട്ടുമോ? നല്ല പൈസ ഉള്ളതുകൊണ്ട് ബഹുമാനം കിട്ടും. അതുപോലെ നല്ല സൗകര്യങ്ങളുള്ളതുകൊണ്ട് ബഹുമാനം കിട്ടണമെന്നില്ല. നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും ആളുകൾ നല്ല രൂപത്തിൽ പെരുമാറും. നിങ്ങളൊരു കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നോക്കി നമ്മൾ ചിരിച്ചാൽ തിരിച്ച് നമുക്ക് എന്ത് കിട്ടും? ആ ചിരിയും സന്തോഷം കിട്ടും. കണ്ണാടി നോക്കി ഒരാൾ എന്തെങ്കിലും കോപ്രായവും കോഷ്ടികളും ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ തിരിച്ച് നമുക്ക് എന്താ കണ്ണാടിയിൽ നിന്ന് കിട്ടുന്നത്?
ഇതുപോലെ ആയിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ നമ്മൾ ഒരാൾക്ക് എന്താണോ കൊടുക്കുന്നത് അതിൽ നിന്നാണ് 10 മടങ്ങ് നന്മകൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. നമുക്കൊരാൾക്ക് നന്മ ചെയ്താൽ തിരിച്ച് നന്മ വരും. നമ്മളൊരാളോട് തിന്മയും മോശമായ രൂപത്തിലാണ് പെരുമാറ്റവും നടപടിയെങ്കിൽ നമുക്കും ആ രൂപത്തിൽ മോശമേ വരികയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ വീട്ടുകാരോടും കുടുംബങ്ങളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറണം. മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, ബന്ധുക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അയൽവാസികളോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഉയർച്ചയോ പുരോഗതിയൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ തോന്നും, ഇപ്പോൾ ഇവരോടൊന്നും മിണ്ടണ്ട, സംസാരിക്കണ്ട, ഇവരൊക്കെ മോശക്കാരാണ് എന്ന രൂപത്തിലേക്കുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല. സ്കൂളിലൊക്കെ പോകുമ്പോൾ, കോളേജിലൊക്കെ പോകുമ്പോൾ പ്രായമുള്ള വാപ്പാനെയൊക്കെ മാറ്റി നിർത്തും. വാപ്പ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട, വാപ്പാടെ താടി അതുപോലെ അവരുടെ മുടിയെല്ലാം നരച്ചിട്ടുണ്ട്, വാപ്പാനെ കാണുമ്പോൾ ഒരു കളവൻ ലുക്കായി, അതുകൊണ്ട് വാപ്പ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കളാവാൻ പാടില്ല. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ ഗുണങ്ങളുടെയും എല്ലാ ഉയർച്ചയുടെയും കാരണം ഈ പിതാവാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാവിനെയും പിതാവിനെയും ഉസ്താദുമാരെയും അവരൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും വലിയ ബറക്കത്തിനും കാരണമാകും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ചില നാമങ്ങൾ, ആ നാമങ്ങൾ നാം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാവും, നല്ല പെരുമാറ്റം ഉണ്ടാവും. നമ്മളോട് എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറാൻ ആ ദിക്ർ കാരണമാകും. യാ അസീസ് യാ അള്ളാഹ്, ആ ദിക്ർ നമ്മൾ ദിവസവും ചൊല്ലിയാൽ ഒരു 41 പ്രാവശ്യം നിസ്കാരശേഷം ചൊല്ലി വന്നാൽ നമ്മളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറും. ചില സ്ത്രീകൾ ഒക്കെ പറയും, ഞാൻ കെട്ടിക്കൊണ്ട് വന്ന വീട്ടിൽ എൻ്റെ അമ്മായിയമ്മ എന്നോട് നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല, എന്നോട് എൻ്റെ നാത്തൂൻ നല്ല രൂപത്തിൽ പെരുമാറുന്നില്ല, പലപ്പോഴും എൻ്റെ ഭർത്താവ് എന്നോട് മോശമായി പെരുമാറുന്നു, ചിലപ്പോൾ എൻ്റെ മക്കൾ എന്നോട് അപമര്യാദയായി പെരുമാറുന്നു. അങ്ങനെ എല്ലാവരും എന്നോട് മോശമായി പെരുമാറുമ്പോൾ എന്നിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തേണ്ടതുണ്ടോ, എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. മാറ്റം വരുത്താനുള്ളത് മാറ്റം വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യാ അസീസ് യാ അള്ളാഹ് എന്ന ദിക്ർ എല്ലാ നിസ്കാരത്തിന് ശേഷവും 41 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളോട് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ 99 പ്രാവശ്യം വീതം പതിവാക്കുകയാണെങ്കിൽ അത് വലിയ ബറക്കത്തുണ്ടാവാനും വലിയ ഐശ്വര്യം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും കാരണമാണ്. അതുപോലെ യാ വദൂദ് എന്ന ദിക്ർ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ നല്ല സന്തോഷം ലഭിക്കും. നിസ്കാരത്തിന് ശേഷം ഒരു 20 പ്രാവശ്യം വീതം, ഫർദ് നിസ്കാരത്തിന് ശേഷം ഒരു 20 പ്രാവശ്യം വീതം പതിവാക്കിയാൽ നമ്മളോട് എല്ലാവർക്കും നല്ല സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടാവും. യാ ലത്തീഫ് എന്ന ആ ഇസ്മ 129 പ്രാവശ്യം വീതം ദിവസവും പതിവാക്കിയാൽ ചെല്ലിയാൽ നമ്മളോട് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അതുപോലെ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിലുള്ളവർക്കും ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലിസ്ഥലത്തുള്ളവർക്കും എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും താല്പര്യവും പരിഗണനയും കിട്ടാൻ കാരണമാണ്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്ന ദിക്ർ ചെല്ലുന്നത് അത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകമായ ഐശ്വര്യവും ബറക്കത്തും സന്തോഷവും എല്ലാവിധ പുരോഗതിക്കും അത് കാരണമാണ്. അതുപോലെ യാ റാഫിഉ യാ അല്ലാഹ് എന്ന ഇസ്മ 100 പ്രാവശ്യം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ നല്ല സന്തോഷം ലഭിക്കും, ഐശ്വര്യം ലഭിക്കും, ജനങ്ങൾക്കിടയിൽ അംഗീകാരവും സ്നേഹവും പ്രത്യേകിച്ച് വീട്ടുകാർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിലൊക്കെ നല്ല ഉയർച്ചയും പുരോഗതിയും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള അവസ്ഥയിലേക്ക് ഉണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. വേറെയും കുറേ ദിക്റുകളുണ്ട്, പക്ഷെ അതെല്ലാം വിശദമായി പറയേണ്ട സമയമല്ല. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് തരുമാറാവട്ടെ. അപ്പം നമുക്ക് ഏറ്റവും നല്ല പരിഗണന കിട്ടേണ്ടത് ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്. ചിലതൊക്കെ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഭാര്യയോട് ഭർത്താവ് പറയണം, നല്ല ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറയുന്നൊരു ശീലം നാം ഉണ്ടാക്കിയെടുക്കുക. മാഷാ അല്ലാഹ് നല്ല ഭക്ഷണമാണ്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പം ഭാര്യയും പറയും നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ ആ രൂപത്തിൽ പെരുമാറുക. ഓഫീസിലൊക്കെ എത്തുമ്പോൾ നമ്മളെല്ലാവരോടും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക, പുഞ്ചിരിക്കുക. പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അതുകൊണ്ട് എത്ര വലിയ സന്തോഷമാണ്. നമ്മളൊരാളുടെ മുഖത്തൊക്കെ ഇച്ചിരി ദേഷ്യത്തോട് പെരുമാറിയാൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ പരസ്പരം അകലാനും അതുപോലെ വിദ്വേഷങ്ങളും വെറുപ്പുകളും അവിടെ വരാനും ശൈത്താൻ അവിടെ വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരാൾ മുഖത്തൊക്കെ ചിരിച്ചു കഴിഞ്ഞാലോ
നല്ല ഹാപ്പിയായി സന്തോഷമായി ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ഒരു ചിരി കൊണ്ട് കഴിയുമെങ്കിൽ, ശത്രുക്കളെപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവരാക്കാനും നമ്മുടെ കൂടെ കൂട്ടാനും ഒരു പുഞ്ചിരി കൊണ്ട് കഴിയുമെങ്കിൽ, ആ പുഞ്ചിരി നമ്മുടെ വീട്ടിൽ വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ വേണം, നമ്മുടെ കച്ചവട രീതിയിൽ വേണം. കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കച്ചവടത്തിൻ്റെ മനഃശാസ്ത്രം തന്നെ ചിരിക്കാൻ അറിയാവുന്നവനെ കച്ചവടം നടത്താവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുതിയ കാലത്ത് ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കടം പറയുമെന്ന് വിചാരിച്ച് അങ്ങനെ ചിരിക്കാത്ത കച്ചവടക്കാരുമുണ്ട്. എന്തായാലും ചിരിക്കണം. നമ്മളെല്ലാവരോടും ഒരു പുഞ്ചിരിയോടുകൂടി പെരുമാറുക, നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക. ആളുകളൊക്കെ വീണ്ടും കടയിൽ വരാനുള്ള ചില ടെക്നിക്കുകളൊക്കെ നമ്മൾ ചെയ്യുക. അവിടെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, വലിയ ചിലവില്ലാത്തൊരു സാധനമൊക്കെ എടുത്ത് എക്സ്ട്രാ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുക. നാളെ വീണ്ടും അവർ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ കയറി 2000-3000 രൂപയുടെ സാധനമൊക്കെ വാങ്ങിയപ്പം അവരൊരു ചെറിയ ഒരു സാധനം, ഒരു ഗിഫ്റ്റായിട്ട് വണ്ടിയെ പോകുമ്പോൾ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ചെറിയ ഒരു മുട്ടായിയുടെ, അവർക്കതുകൊണ്ട് 15 രൂപയുടെ പോലും ചിലവില്ല. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വീണ്ടും ഈ സാധനം തന്നുകൊണ്ട് അവിടെ തന്നെ കയറാൻ ശ്രമിക്കും, അല്ലേ? നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ ആ രൂപത്തിലുള്ള നല്ല സമീപനങ്ങൾ, രീതികൾ നമ്മുടെ ഇടപാടുകളിലും ഇടപെടലുകളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വീണ്ടും വരാനും സംസാരിക്കാനും നമ്മുടെ കൂടെ കൂടാനും നമുക്ക് ആ കടയിൽ കച്ചവടം വർദ്ധിക്കാനും, നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിൽ വലിയ സന്തോഷമാണ്. അവനോടുണ്ടല്ലോ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിന് റാഹത്താണ്. അവനുണ്ടെങ്കിലുണ്ടല്ലോ വലിയ റാഹത്താണ്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റണം, കുടുംബത്തിലുണ്ടാക്കാൻ പറ്റണം. അവൻ പോയല്ലോ സമാധാനമായി എന്ന് പറയുന്ന അവസ്ഥ ചില വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ചില നാടുകളിലേക്ക് ചെല്ലുമ്പോൾ, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ മാഷാ അല്ലാഹ് അവനില്ല എന്ന് സന്തോഷമാണ്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് അവനുണ്ടല്ലോ നമുക്ക് ഹാപ്പിയാണ് എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. അപ്പം നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ എല്ലാത്തിലും എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന അവസ്ഥയുണ്ടാക്കാൻ നാം ശ്രമിക്കുക. എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. ദിവസവും ഇങ്ങനെ പരിശീലിക്കുക, സ്വഭാവത്തിൽ വളർച്ച ഉണ്ടാക്കുക, സ്വഭാവത്തിൽ നല്ല നല്ല സംസ്കാരങ്ങൾ, നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ചില യാത്രകളൊക്കെ നടത്തുമ്പോൾ നല്ല സംസ്കാരങ്ങളും നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്ക് ആ യാത്രകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അവരുടെ സംസാരം, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കും നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചിറപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന്, സിഹിർ സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, അഹ്ല് എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.